എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ പഴയ ടീഷർട്ടാണ് റീയൂസ് ചെയ്ത് കാണിക്കുന്നത്. പഴയ ടീഷർട്ടിനെ മാറ്റിയിട്ട് നല്ല അടിപൊളി ഒരു ലേഡീസ് ഹാൻഡ് ബാഗ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഇത് ഞാൻ മെഷീനിലൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് തന്നെ കാണുക, മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനു മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിവിടെ നല്ല സോഫ്റ്റ് മെറ്റീരിയലിലുള്ള ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മെറ്റീരിയലിൽ നൈറ്റ് ഡ്രസ്സുകൾ, മാക്സി ഒക്കെ വരുന്നുണ്ട്, ടോപ്പുകൾ, ചുരിദാറിൻ്റെ എല്ലാം കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് തൊടുമ്പോഴൊക്കെ. അപ്പോൾ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ സാധാരണ ടീഷർട്ടിൻ്റെ ആ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടീഷർട്ടിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത്. ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് കൈക്കുഴിയുടെ അവിടേക്ക് ഒരു 28 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് ഞാൻ താഴോട്ട് കട്ട് ചെയ്യുന്നത്. അതുപോലെ കഴുത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു 21 സെൻറ്റിമീറ്ററോളം ലെങ്തിലാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ സാധാരണ പെറ്റിക്കോട്ടിൻ്റെയൊക്കെ ആ ഒരു സ്റ്റിച്ചിങ്ങില്ലേ, ആ ഒരു മോഡലിലാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്കിത് സെൻറ്ററിൽ മടക്കിയിട്ടിട്ട് ഒന്നിച്ച് 2 കൈയിൻ്റെ സൈഡും കൂടി കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓർക്കാതെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഓർത്തത്. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, അതാണ് കുറച്ചുകൂടി ഈസി. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആക്കണേ. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ സൈഡിലെ അത് തമ്മിലൊന്ന് കൂട്ടി തുന്നണം. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, മുകളിലത്തെ ആ ഒരു പീസുകൾ തമ്മിലാണ് തുന്നേണ്ടത്. അതായത് ചീത്ത സൈഡ് രണ്ടും ഒരേപോലെയും പുറം ഭാഗം നല്ല സൈഡ് ഒന്നിച്ചും നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, അങ്ങനെയാണ് അത് തുന്നിയെടുക്കേണ്ടത്. മുകളിലത്തെ രണ്ടും കൂടിയിട്ട് ഒന്നിച്ച് കൂട്ടി വയ്ക്കുക. പിന്നെ ബാക്കിലത്തെയും അതുപോലെ തന്നെ അത് രണ്ടും കൂടിയിട്ട് കൂട്ടി വയ്ക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു വര വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് നമുക്ക് ഈ ടീഷർട്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീഷർട്ടിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്നിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഏകദേശം ഒരേ അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി താഴത്തെ ലെയറിലത്തെ ഒരു പീസും മുകളിലത്തെ ലെയറിലത്തെ ഒരു പീസും തമ്മിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ കടും കെട്ടിടുക എന്നൊക്കെ പറയില്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം കേട്ടോ. ഒന്നിന് പിറകെ ഒന്നായിട്ട് 2 കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് തീരെ അഴിഞ്ഞു പോവില്ല. പിന്നെ അങ്ങനത്തെ ഒരു മെറ്റീരിയലുമാണ് ടീഷർട്ടിൻ്റെ, നന്നായിട്ട് ഉറച്ചിരിക്കും. പിന്നെ ആദ്യമായിട്ട് ഇത് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ അധികം ടൈറ്റിൽ കെട്ടണ്ട. ബാഗ് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ടൈറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് അഴിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഞാൻ അടിഭാഗം നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്ത് വന്നാലും അഴിഞ്ഞു പോകുന്നില്ല. ഇനി ഇതിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗമില്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഹോള്, അവിടെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു തുന്നലിട്ട് കൊടുക്കുക. ഒരേ ഒരു കെട്ട് പോലെ ഒരു മണി കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
ഇപ്പോൾ ഞാൻ രണ്ട് സൈഡിലും അതുപോലെ ചെയ്തു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു വള്ളിയുടെ ഭാഗത്തും കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങനെ സ്ട്രിപ്പുകൾ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തുണിയിൽ നിന്ന് തന്നെ അതൊന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു ഭംഗിക്ക് വേണ്ടി കൂടിയാണത്. പിന്നെ ഒന്ന് ഒതുങ്ങി നിൽക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടുങ്കെട്ട് പോലെ ഇട്ട് കൊടുക്കുക. ഒരു വള്ളിക്ക് 3 എണ്ണമാണ് ഞാൻ ചെയ്യണത്. പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ആ വള്ളി പിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു കട്ടിങ് വരില്ലേ, ആ അരിക് ഭാഗം, അത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കും. ഇനി ഞാൻ കുറച്ച് മുത്തുകൾ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. കുഞ്ഞുങ്ങളുടെ മാലയുടെ മുത്തൊക്കെ ഉണ്ടാവില്ലേ, ഏകദേശം ഒരു മാച്ച് വെച്ചിട്ട് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഐഡിയ പോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് തുന്നി പിടിപ്പിക്കാം. ഈ ബാഗിൻ്റെ വായ ഭാഗത്ത് ഞാൻ ആ ഒരു കട്ടിങ് ഉള്ളിലോട്ട് മടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പശ തേച്ച് കൊടുത്തതാണ്. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഒരു കെട്ടിട്ട് കൊടുത്താലും മതി, നൂല് വെച്ചിട്ട്. ഇനി നമുക്ക് ആ ഒരു അടയ്ക്കുന്ന ഭാഗത്ത് വെൽക്രോ സ്റ്റിക്കർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, ഷൂവിനൊക്കെ ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ പൊളിച്ച് എടുക്കുന്നത്, നല്ല സിമ്പിളാണത്. ഞാനത് ഗ്ലൂ വെച്ചിട്ട് ഇപ്പോൾ ഒട്ടിച്ച് ചേർക്കുകയാണ്. പിന്നീട് അത് തുന്നി വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പം ഞാൻ വെൽക്രോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ടൈലറിങ് ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ചെറിയ വിലയുള്ളൂ ഇതിന്. വേണമെങ്കിൽ ഇത് ഫുൾ ലെങ്ത്തിലും കൊടുക്കാം, അപ്പോൾ ഫുള്ളായിട്ട് അടയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കാം. നല്ല സ്ട്രോങ് ആണോ എന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ കെട്ടിട്ടതാണെന്നൊന്നും തോന്നില്ല. നന്നായിട്ട് ടൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും ഹോളൊന്നുമില്ല. ആ പേടി വേണ്ട ആർക്കും. നന്നായിട്ട് ടൈറ്റിൽ കെട്ടി കൊടുത്താൽ മതി, അത് അഴിഞ്ഞു പോവുകയില്ല. അഥവാ സംശയമുള്ളവർക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഹാൻഡ് ബാഗിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായ സ്റ്റെപ്പിലൂടെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സ്ട്രോങ് ആണ്. നല്ല ടൈറ്റിൽ കെട്ടി കൊടുത്താൽ മതി. എനിക്കിത് നല്ല ഇഷ്ടമായി. നല്ല സുഖമുണ്ട് പിടിക്കാനായാലും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.